Hi guys, സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് മീഡിയൻ കാണാനായിട്ടുള്ളത്. അതിൽ തന്നെ കണ്ടിന്യൂസിൻ്റെ കേസ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു വലിയ ഇക്വേഷനൊക്കെ നമുക്ക് വരുന്നുണ്ട്. സോ ഇവിടെ കണ്ടിന്യൂസ് ഡാറ്റയാണ്, മീഡിയൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഒജൂസ് വെച്ചിട്ട് കാണാനായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. ഇക്വേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? സോ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ മീഡിയൻ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് n/2 മൈനസ് എം ഇൻറ്റു സി ഡിവൈഡഡ് ബൈ എഫ്. ഇതാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇതുപോലൊരു ടേബിളാണ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ടുണ്ടായിരിക്കാം. മാർക്കുകളും അതായത് ക്ലാസ്സും ഫ്രീക്വൻസി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കാണണം. എങ്ങനെയാണ്? ആഡ് ചെയ്ത് പോവാണ്. അപ്പോൾ 2 + 7 9 9 + 15 24 + 10 34 + 11 45 + 5 50. അപ്പോൾ ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ഒക്കെ നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് 50 ആണെങ്കിൽ ക്യാപിറ്റൽ n/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാപിറ്റൽ n/2 എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ആണ് നമുക്ക് കിട്ടും. അപ്പം അത് 25 കിട്ടി. അപ്പം ഇനി ഇവിടെ 25 എവിടെയാണ് വരുന്നത്? അതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്ന ആളും. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 25 ദാ ഈ ഒരു ക്ലാസ്സിലാണ് വരുന്നുണ്ടായിരിക്കും അല്ലേ. 24 വരെ ഇവിടെ വന്നു. ഇനി 25 മുതൽ ഈ ഒരു ക്ലാസ്സിലാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? നമുക്ക് L കിട്ടും. n/2 നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? 25 ആണെന്ന് അറിയാം. ഇനി M വേണം, C വേണം, F വേണം. L എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ആണ്. അത് എത്രയാണ്? 30 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ആണ്. ഇനി M എന്ന് പറഞ്ഞാലോ ഈ മീഡിയൻ ക്ലാസിൻ്റെ തൊട്ട് മുകളിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അത് എത്രയാണ്? 24 ആണ് വരുന്നത്. 24. ഇനി ക്ലാസ് എടുത്ത് ഇവർ തമ്മിൽ എത്രയാണ് ഡിഫറൻസ്? 40 - 30 10 ആണ് വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ആ ക്ലാസിൻ്റെ ഫ്രീക്വൻസി, ആ മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസിനെയാണ് എഫ് എന്ന് നമ്മൾ പറയുന്നത്. അത് എത്രയാണ്? 10 ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ മാറിപ്പോകരുത്. ഫ്രീക്വൻസി ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അത് എത്രയാണ്? 10 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഇനി ഈ വാല്യൂസ് ഒക്കെ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. നല്ല മാർക്കും നമുക്ക് കിട്ടും. സോ മീഡിയൻ ഇസ് ഈക്വൽ ടു L plus n/2 minus m into c divided by f. That is equal to 30 plus 25 minus m എന്ന് പറഞ്ഞാൽ 24 ആണ്. സിയും 10 ആണ്, എഫും 10 ആണ്. 10ഉം 10ഉം ക്യാൻസൽ ആയി. ഈസി കാൽക്കുലേഷൻ. ഒരു കാൽക്കുലേറ്റർ പോലും വേണ്ട. 25 - 24 എന്താണ്? 1 ആണ് വരുന്നത്. സോ therefore നമ്മുടെ മീഡിയൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? 31 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയുള്ള സംഭവം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം. ക്വാർട്ടൈൽസിലേക്ക് എന്താ വ്യത്യാസം? ഇത് n/4 ആക്കണം. ഇനി Q1 ആണെങ്കിൽ Q3 ആണെങ്കിലോ 3n/4 ആയിരിക്കണം. സോ മീഡിയൻ്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ക്വാർട്ടൈൽസിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഇതേപോലെ കണ്ടിന്യൂസിൻ്റെ കേസ് ആണെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇക്വേഷൻസ് പഠിക്കുക, സെറ്റ് ആക്കുക. ഓൾ ദ ബെസ്റ്റ്.